നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ്. 2024 എന്തൊക്കെ PSCയുടെ പരീക്ഷകൾ നടന്നിട്ടുണ്ടോ ആ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിലെ ചോദ്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ 100% ഉറപ്പ് പറയുന്നു. അത് PSCയുടെ എല്ലാ പരീക്ഷകൾക്കും ഞാൻ ഉറപ്പ് പറയുന്നു. PSC ഇനി 2024 നടത്താൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാകും. ഇപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത് എന്നുള്ള കാര്യം എനിക്ക് സംശയമില്ല. നിങ്ങളിൽ പലരും പല വിധത്തിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നവരുണ്ടാകാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നവരുണ്ടാകാം, മന്ത്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നവരുണ്ടാകാം, അതുപോലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സുകളും പഠിക്കുന്നവരുണ്ടാകാം. എന്നാൽ അത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് 2024 ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും വരും. പ്രതീക്ഷിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടും ഈ വീഡിയോ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിച്ചിരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നൽകുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുള്ള 24/7/2024 നടന്നിട്ടുള്ള ഫാം വർക്കർ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരമാരാണ്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി. രണ്ടാമത്തെ ചോദ്യം: ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ശ്രദ്ധിക്കേണ്ട ചോദ്യമാണിത്. നമുക്കറിയാം ഈ ഒരു പരീക്ഷ നടന്നത് 24/7/2024 അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ മാസമാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത്. അപ്പോൾ ജൂലൈ മാസം നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ ജൂൺ മാസം ജോയിൻ ചെയ്തിട്ടുള്ള, അതായത് സെൻട്രൽ മിനിസ്ട്രിയിലേക്ക് ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ തിരഞ്ഞെടുക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ മാസം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചൊരു ചോദ്യം വന്നിരിക്കുന്നു. അതിനർത്ഥം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ ഒരു മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. പണ്ടൊക്കെ ഒരു 3 മാസം മുന്നേയുള്ള കറണ്ട് അഫയേഴ്സൊക്കെ പഠിച്ചാൽ മതി. എന്നാൽ ഇന്നത്തെ സ്ഥിതി മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു PSCയുടെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതായത് പരീക്ഷയുടെ ഒരു മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ചോദ്യം എന്താണ്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അത് ധർമ്മേന്ദ്ര പ്രധാനാണ്. അടുത്ത ചോദ്യം: 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ് എന്നാണ് ചോദിക്കുന്നത്. എത്രാമത്തെ ലോകസഭയാണിത്? 18ാമത്തെ ലോകസഭയാണ്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 18ാമത്തെ ലോകസഭയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഒരു ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നിങ്ങൾ സെൻട്രൽ മിനിസ്ട്രി കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം: നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനാണ് സുമൻ ബേരി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ് നടത്തിയത്? അത് 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിലെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അടുത്ത ചോദ്യം: 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആരാണത്? എസ് കെ വസന്തനാണ്.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണിത്. എഴുത്തച്ഛൻ അവാർഡ്. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനിയുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി SK വസന്തൻ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏത് എന്നാണ് ചോദിക്കുന്നത്. കെടാവിളക്ക് എന്നതാണ് അതിൻ്റെ ഉത്തരം. ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കെടാവിളക്കാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നേരെ തിരിച്ചും ചോദിക്കാം. കെടാവിളക്ക് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എത്ര മുതൽ എത്ര വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് എന്നും ചോദിക്കാം. ഏത് മുതൽ ഏത് ക്ലാസ് വരെയാണ്? അത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയാണ്. ഇത് നടപ്പിലാക്കുന്നത് ഏതൊക്കെ സ്കൂളുകളാണെന്ന് ചോദിക്കാം. അത് സംസ്ഥാന സർക്കാർ സ്കൂളിൽ മാത്രമാണോ? അല്ല, സർക്കാർ സ്കൂളുകളും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഓർത്തു വെക്കുക. ഇനിയും ചോദിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അടുത്ത ചോദ്യം, സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 എന്നതാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം. എന്താണ് ഈ L1 എന്ന് പറഞ്ഞാൽ? L1 എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ച് പോയിന്റ് 1 എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള മീനിങ്. എന്താ ഈ L1 എന്ന് കൂടുതൽ വിശദമായിട്ട് പഠിക്കുവാണെങ്കിൽ, L1 എന്ന് വെച്ചാൽ നമ്മൾ സൂര്യനിലേക്ക് പോകുന്ന യാത്രയിൽ ഈ ഒരു L1 പോയിന്റിലാണ് ഈ ഒരു ഉപഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു ആദിത്യ എന്ന് പറയുന്ന ഉപഗ്രഹം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു L1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ L1ൽ നിന്ന് സൂര്യനെ എപ്പോഴും ഒരു തടസ്സവും ഇല്ലാതെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് 24 മണിക്കൂറിലും നിങ്ങൾക്ക് സൂര്യനെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ലഗ്രാഞ്ച് പോയിന്റ് 1 അഥവാ L1 പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദിത്യയ്ക്ക് L1 എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ ആദിത്യ L1 ആണ് സൂര്യനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് ഏത് ഡേറ്റിലാണ് എന്നുള്ള കാര്യം. 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ് ആദിത്യ L1 വിക്ഷേപിച്ചിരിക്കുന്നത്. ഇനിയുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം എന്നല്ല, ഉറപ്പായിട്ടും ചോദിക്കും. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. അടുത്ത പോയിന്റ്, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 107 ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 107 ആണ്. അടുത്ത ചോദ്യം, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് ആണ്. അരുൺ അലോഷ്യസ് ആണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ചോദ്യം, ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ്? ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. എന്താണ് പദ്ധതിയുടെ പേര്? പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്.
അടുത്ത ചോദ്യം, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ഇതൊക്കെ PSC ചോദിച്ച് മടുത്ത ചോദ്യമാണ്. പിന്നെയും ആവർത്തിക്കുകയാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. അടുത്ത ചോദ്യം, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അലോപ്പതിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വെക്കുക, അലോപ്പതി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതിയാണ്. അലോപ്പതി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതിയാണ്. അടുത്ത ചോദ്യം, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കുഷ്ഠവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ഏതിൽ കൂടെ വരുന്നുണ്ട്? നമ്മുടെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കുക, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, നിപ രോഗത്തിൻ്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏതാണ്? നിപ രോഗത്തിൻ്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏതാണ്? അതെല്ലാവർക്കും അറിയാലോ, വവ്വാലാണ്. നിപ രോഗത്തിൻ്റെ പ്രകൃത്യാലുള്ള വാഹക ജീവിയാണ് വവ്വാല്. അടുത്ത ചോദ്യം, അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. നമ്മൾ കുറച്ച് മുന്നേ ആ ചോദ്യം പഠിച്ചിരുന്നില്ലേ? എന്തായിരുന്നു ചോദ്യം? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര് എന്നതായിരുന്നു ചോദിച്ചിരുന്നത്. അത് മോഹൻലാലാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചതേ ഉള്ളൂ. തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് എന്ത്? അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് എന്നുള്ളത് മൃതസഞ്ജീവനിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു വെക്കേണ്ടത് മൃതസഞ്ജീവനി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഏത് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. വിമുക്തി എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ന് ഓർത്തു വെക്കുക. വിമുക്തി എന്ന് പറയുന്ന പദ്ധതി എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. വിമുക്തി എന്ന് പറയുന്ന പദ്ധതി എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇനി എന്താണ് വിമുക്തി എന്നറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾക്ക് എക്സൈസ് വകുപ്പ് എന്ന് കാണുമ്പോൾ തന്നെ എന്തായിരിക്കാം? മദ്യവർജനവും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം കുറക്കാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് വിമുക്തി. മദ്യവർജനവും അതുപോലെ തന്നെ ലഹരി മരുന്നുകളുടെ ഉപയോഗം തടയുവാനുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിമുക്തി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള പദ്ധതിക്ക് ഈ ഒരു പദ്ധതി നേരെ തിരിച്ചു ചോദിക്കാം. അതായത് വിമുക്തി പദ്ധതി നടപ്പിലാക്കുന്നത് ആര്, അല്ലെങ്കിൽ വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് വിമുക്തി പദ്ധതി എക്സൈസ് വകുപ്പാണ് നടപ്പിലാക്കുന്നത്. ലഹരി വിമുക്ത കേരളം എന്നുള്ളതാണ് വിമുക്തി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിമുക്തി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരി വിമുക്ത കേരളമാണ്. അതിൽ തന്നെ ഉണ്ടല്ലോ വിമുക്തി, ലഹരി വിമുക്ത കേരളം എന്നുള്ളതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ വിമുക്തി എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നടപ്പിലാക്കുന്നത്. എന്താണ് വിമുക്തി എന്ന് ചോദിച്ചാൽ ലഹരി വിമുക്ത പദ്ധതിയാണ് വിമുക്തി. അടുത്ത ചോദ്യം, 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ നഗരം ഏതാണ്? 38ാമത് ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അല്ല, ദേശീയ ജൂനിയർ. അതിനടിവരയിട്ട് പഠിച്ചേക്കണം. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് കോയമ്പത്തൂര്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് കോയമ്പത്തൂര്. അടുത്ത ചോദ്യം, 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ടൊവിനോ തോമസ്. 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ടൊവിനോ തോമസ്. ഈ ഒരു അവാർഡ് അധികം ആൾക്കാർ കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ഇനിയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ടൊവിനോ തോമസ്.
ഈ ഒരു സെപ്റ്റിമിയാസ് അവാർഡ് നൽകുന്നത് വർഷത്തിലൊരിക്കൽ നെതർലാൻഡ്സിൽ വെച്ചിട്ടാണ്. നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായിട്ടുള്ള ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക, 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ടൊവിനോ തോമസ്. അങ്ങനെ നമ്മൾ 2024 ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയായിട്ടുള്ള 27/4/2024 നടന്ന ഫാം വർക്കർ പരീക്ഷയിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും പഠിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 20/7/2024 നടന്നിട്ടുള്ള LP സ്കൂൾ ടീച്ചർ പരീക്ഷയിലെ മുഴുവൻ ആനുകാലിക ചോദ്യങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എന്താ പേര്? എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ISRO ആണ്, അഥവാ ഇന്ത്യയാണ് വിക്ഷേപിച്ചത്. എപ്പോഴാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ 2024 ജനുവരിയിലാണ്. മുഴുവനായിട്ടുള്ള ഡേറ്റ് പഠിച്ചു വെക്കുവാണെങ്കിൽ 2024 ജനുവരി മാസം 1-ാം തീയതി, അതായത് ന്യൂ ഇയർ ഡേ തന്നെയാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഈ പറയുന്ന എക്സ്പോസാറ്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായിട്ടാണ് ISRO ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് എക്സ്പോസാറ്റ് ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാനാണ് രഘുവേന്ദ്ര തൻവാർ. രഘുവേന്ദ്ര തൻവാർ. രഘുവേന്ദ്ര തൻവാർ ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാനാണ് രഘുവേന്ദ്ര തൻവാർ. അടുത്ത ചോദ്യം: സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അടുത്ത ചോദ്യം: ബേർഡ് ഐ ചില്ലി അഥവാ ബേർഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? ബേർഡ് ഐ ചില്ലി അഥവാ ബേർഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് മിസോറാമിൽ നിന്നാണ്. മിസോറാമിൽ നിന്നാണ് ബേർഡ് ഐ ചില്ലി അഥവാ ബേർഡ് ഐ മുളക് കയറ്റുമതി ചെയ്യുന്നത്. ബേർഡ് ഐ ചില്ലി അഥവാ ബേർഡ് ഐ മുളക് ഇന്ത്യയിൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? അത് മിസോറാമാണ്. അടുത്ത ചോദ്യം: സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഉത്തരം ഏത് എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഒരു 3 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്: L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇതിൽ ആകെ 7 പേലോഡുകളാണ് ഉള്ളത്. ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും. ഇവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ശരി? എല്ലാ പോയിന്റ്സും ശരി തന്നെയാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 1.5 ലക്ഷം കിലോമീറ്റർ അല്ല, 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ്. അത് ഭൂമിയിൽ നിന്നുള്ള ദൂരമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കണം. സൂര്യനിൽ നിന്നുള്ള ദൂരമല്ല, ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇതിലാകെ 7 പേലോഡുകളാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ആദിത്യ L1. ആദിത്യ L1 ആകെയുള്ള പേലോഡുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. ആദിത്യ L1 ആകെയുള്ള പേലോഡുകളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണമാണ്. പഠിച്ചു വെക്കുക, ആദിത്യ L1 7 പേലോഡുകളാണ് ഉള്ളത്. മൂന്നാമതായിട്ട് പറയുന്നത്,
ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ആദിത്യ L1 എന്ന് പറയുന്നത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിനെ കുറിച്ചും ക്രോമോസ്ഫിയറിനെ കുറിച്ചും കൊറോണയെക്കുറിച്ചും പഠനം നടത്തും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡിലെ നിയമസഭയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏത് എന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡിലെ നിയമസഭയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് പഠിച്ചല്ലോ. ഇതാണ് LP എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 20/7/2024 നടന്ന പരീക്ഷയാണ്. ഇനി അടുത്തതായിട്ട് 18/7/2024 നടന്ന ആംബുലൻസ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നടന്നിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് സ്പെയിൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയും ചോദിക്കും. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് സ്പെയിൻ. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? അത് ഗഗൻയാനാണ്. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. ഇപ്പോൾ നിങ്ങളിവിടെ ഞാനൊരു 3 ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. അതായത് 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞു തന്നു. ആ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ISROയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട്. 1-2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ISRO ഇനിയുള്ള പരീക്ഷകൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കരിക്കുലം നിങ്ങൾ നീക്കുക. അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺ കുമാർ മിശ്രയാണ്. നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്, ഒരുപാട് തവണ ചോദിച്ചതുമാണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ് അരുൺ കുമാർ മിശ്ര. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരാണ്? ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? ഏതാണ് തുറമുഖം? അത് വിഴിഞ്ഞമാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് MP രാജേഷാണ്. MP രാജേഷാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് MP രാജേഷാണ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മീനങ്ങാടിയാണ്. മീനങ്ങാടി പഞ്ചായത്തിനെയാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്?
മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? 2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ള ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനിയും ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം ആവർത്തിക്കും. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് ജീവിതം ഒരു പെൻഡുലമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അത് തിരിച്ചും ചോദിക്കാം. ജീവിതം ഒരു പെൻഡുലം രചിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിലെ ശ്രീകുമാരൻ തമ്പിയുടെ കൃതി അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ കൃതി ഏത് എന്നൊക്കെ ഈ ഒരു ചോദ്യ വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2023 വയലാർ അവാർഡ് നേടിയത് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ്. ആ കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. അടുത്ത ചോദ്യം, ശാസ്ത്ര ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14, 2023. മുന്നേയുള്ള പരീക്ഷയിൽ ചോദിച്ചെന്തായിരുന്നു? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അതിൽ ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതിയായിരുന്നു നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പഠിച്ച ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച കാര്യം അല്ലേ. അത് മുന്നേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ജൂലൈ 14, 2023 ആണ്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കുടുംബശ്രീയുടേതാണ്. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കുടുംബശ്രീയുടേതാണ്. അടുത്ത ചോദ്യം, യുനെസ്കോ സാഹിത്യ നഗരം പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ്? യുനെസ്കോ സാഹിത്യ നഗരം പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ്? ഈ ഒരു പരീക്ഷ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. ഞാൻ ഇപ്പോൾ തന്നെ വായിച്ച ക്വസ്റ്റ്യനാണ്, വീണ്ടും ആവർത്തിച്ച് ഈ ഒരു പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ നഗരം പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. അടുത്ത ചോദ്യം, അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. പഠിച്ചു വെക്കുക. ഗുജറാത്തിലാണ് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. 4 പ്രസ്താവനകളാണുള്ളത്. വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ കെ ശിവൻ ആയിരുന്നു എന്ന് പറയുന്നു. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ ആണെന്ന് പറയുന്നു. വിക്ഷേപണ വാഹനം LV Mark 3 ആണെന്ന് പറയുന്നു. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023 ആണെന്ന് പറയുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വേണ്ടത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? A ഓപ്ഷൻ ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. അതായത് വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ കെ ശിവൻ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ ആലപ്പുഴ സ്വദേശിയും മലയാളിയുമായിട്ടുള്ള
എസ് സോമനാഥാണ് വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ എസ് സോമനാഥാണ്. അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം LV Mark 3 എന്നുള്ളതാണ്. വിക്ഷേപണ തീയതി 2023 ജൂലൈ 14. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു കറണ്ട് അഫയേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിൻ്റെ ഉപകാരം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അല്ലേ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ട് വരുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും. ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിൻ്റെ പവർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അന്നേരം മനസ്സിലാക്കും. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് സിറാജ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് സിറാജ്. അടുത്ത ചോദ്യം. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്നിട്ടുള്ള G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. 2023 നടന്നിട്ടുള്ള G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ. അടുത്ത ചോദ്യം. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഈ ചോദ്യം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുന്നേ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. ഇതേ ചോദ്യമല്ല ചോദിച്ചത്. അന്ന് ചോദിച്ചിരുന്നത് ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107 അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വീണ്ടും അത് പ്രസ്താവന രീതിയിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107 എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. അടുത്ത പ്രസ്താവന എന്താ? ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. അത് ശരിയാണോ? അതും ശരിയാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. അത് ശരിയാണോ? അതും ശരിയാണ്. അപ്പോൾ 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ നേടിയ മെഡലുകൾ ആകെ 107 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ ആകെ 107. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. രക്തജന്യ രോഗമായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുവാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? രക്തജന്യ രോഗമായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുവാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം, കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചോദിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് അറിയോ? നിങ്ങൾ ഇതുപോലുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ പഠിക്കുന്ന സമയം വെറുതെ ആ ഒരു പദ്ധതി മാത്രം പഠിക്കാൻ നിൽക്കരുത്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നൽകുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് നൽകുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ആശാധാര എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. പഠിച്ചു വെക്കുക. രക്തജന്യ രോഗമായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുവാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുവാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. അടുത്ത ചോദ്യം. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം.
ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? അത് ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഈ ഒരു ചോദ്യവും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എത്തുമ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ വീണ്ടും കാണും. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ചെറുധാന്യങ്ങളുടെ വർഷമാണ് 2023. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ഞാൻ മുന്നേ പറഞ്ഞതല്ലേ, ആദിത്യ L1 പഠിക്കുമ്പോൾ അത് വിക്ഷേപിച്ച ഡേറ്റ് പഠിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫാക്റ്റ് പഠിക്കണം എന്നുള്ള കാര്യം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കിയേ, ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ്. 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ആദിത്യ L1 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദിക്കുന്നത്. അത് നോർവേക്കാരനാണ്. 2023 സാഹിത്യ നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചാൽ അത് നോർവേക്കാരനാണ്. ജോൺ ഫോസെ നോർവേക്കാരനാണ്. 2023 സാഹിത്യ നൊബേൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അടുത്ത ചോദ്യം, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കുവാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയുടെ പേര് എന്താണ്? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കുവാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. എന്താ പദ്ധതിയുടെ പേര്? സശ്രദ്ധം പദ്ധതി. എന്താ സശ്രദ്ധം പദ്ധതി? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കുവാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം പദ്ധതി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ പദ്ധതി. എന്താ പദ്ധതിയുടെ പേര്? നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. അടുത്ത ചോദ്യം, ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാലോ, അത് കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു സമയം, അതായത് പരീക്ഷ നടക്കുന്ന സമയം ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു. എന്നാൽ നിലവിൽ JP നഡ്ഡയാണ്. JP നഡ്ഡയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? JP നഡ്ഡയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, ഇനിയും ആവർത്തിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 9/7/2024 നടന്ന ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 2023 ഒരു കോസ്റ്റാറിക്കൻ മൃഗശാലയിൽ കന്യക ജനനം എന്ന ശ്രദ്ധേയമായൊരു കേസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തി.
ഈ കന്യക ജനനം ആദ്യമായി രേഖപ്പെടുത്തിയ കേസ് ഏത് ഇനത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. 2023 ഒരു കോസ്റ്റാറിക്കൻ മൃഗശാലയിൽ കന്യക ജനനം എന്ന ശ്രദ്ധേയമായ ഒരു കേസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കന്യക ജനനം ആദ്യമായി രേഖപ്പെടുത്തിയ കേസ് ഏത് ഇനത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതിനത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് മുതലയാണ്. മുതല ഇനത്തിലാണ് കന്യക ജനനം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത്. മുതലയിലാണ് ആദ്യമായിട്ട് കന്യക ജനനം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ, 2023 ഒരു കോസ്റ്റാറിക്കൻ മൃഗശാലയിൽ കന്യക ജനനം എന്ന ശ്രദ്ധേയമായ ഒരു കേസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കന്യക ജനനം ആദ്യമായി രേഖപ്പെടുത്തിയത് മുതലയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, അലെഫ് അർമാദ മോഡൽ 0 വായുവിൽ പറത്താനോ റോഡിൽ ഓടിക്കാനോ കഴിയുന്ന കാർ ഏത് രാജ്യത്താണ് അംഗീകരിച്ചത്? അലെഫ് അർമാദ മോഡൽ 0 വായുവിൽ പറത്താനും കഴിയും, അതുപോലെ തന്നെ റോഡിൽ ഓടിക്കാനും കഴിയും. ഇത്തരത്തിലൊരു കാറ് ഏത് രാജ്യത്താണ് അംഗീകരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയായിരിക്കാം അത്? യുഎസ്എയിലാണ് അലെഫ് അർമാദ മോഡൽ 0 വായുവിൽ പറത്താനോ റോഡിൽ ഓടിക്കാനോ കഴിയുന്ന കാറ് അവിടെ ഓടിക്കാനായിട്ട് USA അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 2023 ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് നേടിയത് ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമാണ്? 2023 ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് നേടിയത് ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമാണ് എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് നേടിയിട്ടുള്ളത്. 2023 ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് നേടിയത് ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ 9/7/2024 നടന്നിട്ടുള്ള ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 9/7/2024 നടന്നിട്ടുള്ള ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സാനിയ മിർസ. ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സാനിയ മിർസ. അടുത്ത ചോദ്യം, യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി നിയമിച്ചത് ആരെയാണ്? യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി നിയമിച്ചത് കരീന കപൂറിനെയാണ്. കരീന കപൂറിനെയാണ് യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായിട്ട് നിയമിച്ചത്. അടുത്ത ചോദ്യം, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് 20 വർഷത്തെ വൈദ്യുതി വാങ്ങുവാൻ കരാറിൽ ഏത് രാജ്യവുമായാണ് ഒപ്പിട്ടത്? അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് 20 വർഷത്തെ വൈദ്യുതി വാങ്ങാൻ കരാറിൽ ഏർപ്പെട്ടത് ശ്രീലങ്കയുമായിട്ടാണ്. ഏത് രാജ്യവുമായിട്ടാണ്? ശ്രീലങ്കയുമായിട്ടാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് ജോലികളിൽ 33% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത്? അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് സർക്കാർ ജോലികളിൽ 33% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. കർണാടകയാണ് അടുത്തിടെ സർക്കാർ ജോലികളിൽ 33% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആണ് BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആണ് BVR സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2023 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കാണ്. ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കാണ് 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മ്യൂസിയം എവിടെയാണ് തുറന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മ്യൂസിയം എവിടെയാണ് തുറന്നത് എന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മ്യൂസിയം തുറന്നത്. അടുത്ത ചോദ്യം, സാഗർ പരികർമ്മയുടെ 10ാം ഘട്ടം എവിടെയാണ് ആരംഭിച്ചത്? സാഗർ പരികർമ്മയുടെ
10ാം ഘട്ടം എവിടെയാണ് ആരംഭിച്ചത്? അത് ചെന്നൈ പോർട്ടിലാണ് ആരംഭിച്ചത്. ചെന്നൈ പോർട്ടിലാണ് സാഗർ പരികർമ്മയുടെ 10ാം ഘട്ടം ആരംഭിച്ചത്. സാഗർ പരികർമ്മയുടെ 10ാം ഘട്ടം ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ചെന്നൈ പോർട്ടിലാണ്. അടുത്ത ചോദ്യം, ഹു ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് AI എനേബിൾഡ് ഇൻകം ടാക്സ് ഫില്ലിംഗ് മൊബൈൽ ആപ്പ്? ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ AI എനേബിൾഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ഫില്ലിംഗ് മൊബൈൽ ആപ്പ് ഏത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ പേരാണ് EZ ടാക്സ്. എന്താണ് പേര്? EZ ടാക്സ്. ഇന്ത്യയിലെ ആദ്യത്തെ AI എനേബിൾഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ഫില്ലിംഗ് ആപ്പാണ്, മൊബൈൽ ആപ്പാണ് EZ ടാക്സ്. അടുത്ത ചോദ്യം, R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കുവാൻ വികസിപ്പിച്ചെടുത്തതാണ്? R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തതാണ് എന്ന് ചോദിച്ചാൽ അത് മലേറിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്? മലേറിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് R21 മെട്രിക്സ് M വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 6/7/2024 നടന്നിട്ടുള്ള UP സ്കൂൾ ടീച്ചർ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ഇവയിലേതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ വാക്സിൻ്റെ പേരുകളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ നോവ വാക്സിൻ ആയിരുന്നു ഏറ്റവും പുതിയ വാക്സിന്. നിങ്ങൾ പറ്റുമെങ്കിൽ നോവ വാക്സിനെ കുറിച്ചും ബാക്കിയുള്ള കോവാക്സ് അതുപോലെയുള്ള വാക്സിനെ കുറിച്ച്, സ്പുട്നിക്കിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോവോവാക്സ് ആയിരുന്നു ഏറ്റവും പുതിയ വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. ദേശീയ ഹരിത ട്രിബ്യൂണലാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഈ ചോദ്യം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു വർഷം ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വർഷത്തിൽ എത്തിയിട്ടുള്ള മലയാള നോവൽ ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വർഷത്തിലെത്തിയിട്ടുള്ള മലയാള നോവലാണ് മയ്യഴിയുടെ തീരങ്ങളിൽ. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വർഷത്തിലെത്തിയിട്ടുള്ള മലയാള നോവലാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. അടുത്ത ചോദ്യം, സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. അഗ്നി 5 ആണ് സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ. അടുത്ത ചോദ്യം, ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ അഥവാ RLVയുടെ പേര് എന്താണ്? ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ അതിന് പറയുന്ന മറ്റൊരു പേരാണ് RLV. RLVയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പുഷ്പക് എന്നാണ്. എന്താണ് പേര്? പുഷ്പക്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ അഥവാ RLV എന്ന് വെച്ചാൽ റീ ലോഞ്ച് വെഹിക്കിൾ എന്നതാണ്. ആ റീ ലോഞ്ച് വെഹിക്കിളിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ അത് പുഷ്പക് ആണ്. അടുത്ത ചോദ്യം, 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട
ആഭ്യന്തര വിമാനത്താവളമായിട്ടുള്ള ഉത്കല സ്ഥിതി ചെയ്യുന്നത്? ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 29/6/2024 നടന്നിട്ടുള്ള WCPO പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഒരു വർഷം ഈ ഒരു ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട്, ഏഷ്യൻ ഗെയിംസിൽ നേടിയ മെഡലുമായി ബന്ധപ്പെട്ട് എത്രാമത്തെ ചോദ്യമായത്? മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ, മൂന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 107 ആണ്. അടുത്ത ചോദ്യം: നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ ചോദ്യമാണ് ഈ വർഷം ചോദിക്കുന്നത്. 2024 നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ ചോദിച്ചത് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് എന്നായിരുന്നു. അത് സുമൻ ബേരിയാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ CEO ആരാണെന്ന് മറ്റൊരു പരീക്ഷയിൽ ചോദിച്ചു. അത് BVR സുബ്രഹ്മണ്യമാണ്. ഇപ്പോൾ ചോദിക്കുവാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. ചെയർമാൻ ചോദിക്കുവാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ, നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദിയാണ്. അപ്പോൾ അത് മാറിപ്പോകില്ല. അതുപോലെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബേരിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ്. എന്നാൽ CEO ആരാണ് എന്ന് ചോദിച്ചാൽ അത് BVR സുബ്രഹ്മണ്യമാണ്. CEO ആരാണെന്ന് ചോദിച്ചാൽ അത് BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം: കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക എന്നാണ് ചോദിക്കുന്നത്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നവകേരള സദസ്സാണ്. നവകേരള സദസ്സ് ഇപ്പോൾ അടുത്തല്ലേ ആരംഭിച്ചത്. ബാക്കിയുള്ള ലൈഫ് മിഷൻ, ആർദ്ര മിഷൻ, ഹരിത കേരളം മിഷൻ ഒക്കെ കേരള സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയിൽ പെടുന്നതാണ്. ആ കാര്യമാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. കേരള സർക്കാരിൻ്റെ നവകേരളം എന്ന് പറയുന്ന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പദ്ധതികൾ ആർദ്രം മിഷൻ, ലൈഫ് മിഷൻ, ഹരിത കേരളം മിഷൻ. എന്നാൽ നവകേരള സദസ്സ് എന്തിൽ ഉൾപ്പെടില്ല? നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടില്ല. അടുത്ത ചോദ്യം: കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? നിരാമയ പദ്ധതി. ഈ ചോദ്യം ഈ വർഷം ഇത് രണ്ടാമത്തെ തവണയാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ പദ്ധതി. അടുത്ത ചോദ്യം: സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2023 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ചോദ്യത്തിൽ ചെറിയൊരു പിശകുണ്ടായിരുന്നു. 2013 എന്നായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ 2013 എന്ന് കൊടുത്തിരിക്കുന്നത്. ചോദ്യത്തിൽ 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം എന്നാണ് കൊടുത്തിരുന്നത്. എന്നാൽ ശരിയായിട്ട് വേണ്ടത് 2023 സെപ്റ്റംബറിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത് എന്നായിരുന്നു. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അത് ആദിത്യ L1 ആണ്. അപ്പോൾ വീണ്ടും ആദിത്യ L1 വന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ആദിത്യ L1 കുറിച്ച് 3 4 എത്ര തവണയാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക, സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് 2023 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. അടുത്ത ചോദ്യം: ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? അതാ വീണ്ടും ചന്ദ്രയാൻ വന്നിരിക്കുകയാണ് അല്ലേ. ചന്ദ്രയാൻ 3യുടെ തന്നെ സോഫ്റ്റ് ലാൻഡിങ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിങ് നടന്ന തീയതിയാണ് ചോദിക്കുന്നത്. അത് 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് 2023 ഓഗസ്റ്റ് 23 ആണ്. അടുത്ത ചോദ്യം:
കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ അത് പി വത്സലയുടെ ആത്മകഥയാണ്. പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയിട്ടുള്ള സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനിലാലാണ്. ആരാണ് എഴുതിയത്? വി ഷിനിലാൽ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയിട്ടുള്ള സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനിലാലാണ്. അടുത്ത ചോദ്യം, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് ആരാണ്? മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയിട്ടുള്ള ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. ആരാണ് ഹോം സംവിധാനം ചെയ്തത്? റോജിൻ തോമസ് ആണ്. ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ് എന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 ആണ് ഹോമിന് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയിട്ടുള്ള ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. അടുത്ത ചോദ്യം, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ബേളേരി. സത്യനാരായണ ബേളേരി. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള കേരള കർഷകൻ ആര് എന്ന് ചോദിച്ചാൽ അത് സത്യനാരായണ ബേളേരിയാണ്. സത്യനാരായണ ബേളേരി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്താണ്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേര് കർത്തവ്യ പഥ് എന്നാണ്. എന്താണ് പേര് നൽകിയിരിക്കുന്നത്? കർത്തവ്യ പഥ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേരാണ് കർത്തവ്യ പഥ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 28/6/2024 നടന്നിട്ടുള്ള പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം ഈ ഒരു പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഗ്നി 5 ബന്ധപ്പെട്ടിരിക്കുന്നത്. മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അഗ്നി 5 ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് അശോക് ശുക്ല. ആരാണ് നേടിയിട്ടുള്ളത്? അശോക് ശുക്ല. 2024 ചോദിക്കുന്നത്. 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യക്കാരനാണ് അശോക് ശുക്ല. അടുത്ത ചോദ്യം, ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്? ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ്. വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാന നൊബേൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 25/6/2024 നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് OA പരീക്ഷയുടെ ആനുകാലിക ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത്ലറ്റിക്സ് ആണ്.
അത്ലറ്റിക്സിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോങ് ജമ്പ് താരമാണ് മലയാളി താരമായിട്ടുള്ള എം ശ്രീശങ്കർ. മലയാളി താരമായിട്ടുള്ള ശ്രീശങ്കർ അഥവാ എം ശ്രീശങ്കർ അത്ലറ്റിക്സ് വിഭാഗമാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ ലോങ് ജമ്പിലാണ് ഈ പറയുന്ന എം ശ്രീശങ്കർ മത്സരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താ? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ് ആണ്. പാരീസിലാണ് 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പാരീസ് ആണ്. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയാണ് 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്തത്. അടുത്ത ചോദ്യം, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമാണ് അനുച്ഛേദം 338B. അനുച്ഛേദം 338B ആണ് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരം ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരം. അടുത്ത ചോദ്യം, മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടിരുന്നു. 2023 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഹോം സംവിധാനം ചെയ്തത് ആര് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ വർഷം ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയിട്ടുള്ള നടൻ ആര് എന്നാണ് ചോദിക്കുന്നത്. അത് അല്ലു അർജുൻ ആണ്. അല്ലു അർജുൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര് എന്താണ്? വീണ്ടും വന്നല്ലോ നമ്മുടെ സൗരദൗത്യം. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1 ആണ്. ആദിത്യ L1നെ കുറിച്ച് എത്ര തവണയാണ് ചോദിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ആദിത്യ L1 ആണ് ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഈ ഒരു ചോദ്യം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടല്ലേ? ഈ വർഷം തന്നെ എത്ര തവണ ചോദിക്കുന്നത്? ഇത് രണ്ടാം തവണയാണ് ചോദിക്കുന്നത്. ഇതിന് മുന്നേയുള്ള പരീക്ഷകൾക്കും 2023 നടന്ന പരീക്ഷകൾക്കും 2022 നടന്ന പരീക്ഷകൾക്കും ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചു വെക്കുക. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചെറുധാന്യങ്ങളുടെ വർഷമാണ്, അഥവാ ഇംഗ്ലീഷിൽ മില്ലറ്റ് ഇയർ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് ആചരിക്കുന്നത്? മില്ലറ്റ് ഇയർ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ ഏതാണ്? ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട് ഒരു OAയുടെ പോസ്റ്റിനെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒട്ടും ബേസ് ആയിട്ടുള്ള ചോദ്യമല്ല, അത്യാവശ്യം നല്ല പോലെ നിലവാരമുള്ള ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്.
ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ്.